ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് നീട്ടി സുപ്രീം കോടതി. ആവശ്യമെങ്കിൽ ജയിലിൽ ചികിത്സയ്ക്ക് സൗകര്യം ഒരുക്കാൻ നിർദ്ദേശിക്കാമെന്ന് സുപ്രീം കോടതി. കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ല എന്നും കോടതി വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. പക്ഷേ ഇവരുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നേരത്തെയുള്ള സുപ്രീം കോടതിയുടെ വിധി അത് വീണ്ടും ഇപ്പോൾ നീട്ടിവെക്കുന്ന സാഹചര്യം. അപ്പോൾ താൽക്കാലിക ആശ്വാസം ജയശ്രീക്ക് ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീക്ക് ഇപ്പോൾ താൽക്കാലിക ആശ്വാസം എന്ന് വേണം വിലയിരുത്തുവാൻ. ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീക്കാണ് ലഭിച്ചത്. ആദ്യമേ തന്നെ ജയശ്രീയാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്, ഇതുമായി അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അന്ന് വ്യക്തമാക്കിയത് അറസ്റ്റ് തടയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നീട് ആരോഗ്യസ്ഥിതി അടക്കം പരിഗണിച്ചുകൊണ്ട് ജയശ്രീ സുപ്രീം കോടതിയിൽ മുന്നോട്ട് പോയപ്പോഴാണ് താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ഇന്നിപ്പോൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. SIT ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വ്യക്തമാക്കിയത് ഒരു തരത്തിലും ജയശ്രീക്ക് ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ്. ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ അടക്കം അത് സ്വാധീനിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരും. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജയശ്രീക്ക് ജാമ്യം അനുവദിക്കരുത്. ജയശ്രീക്ക് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പങ്കുണ്ട്, കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ട അവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ് SIT വ്യക്തമാക്കിയത്. അതേസമയം ഇന്നും ജയശ്രീയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന ഇടക്കാല ഉത്തരവ്, അതായത് അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി നൽകിയ ഇടക്കാല ഉത്തരവ് നീട്ടിക്കൊണ്ടിപ്പോൾ വീണ്ടും സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതേസമയം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ചില വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശബരിമലയിലെ കൊടിമരത്തിലെ സ്വർണം വരെ മോഷ്ടിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ കണ്ടത് എന്നായിരുന്നു സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആർക്കും തന്നെ മുൻകൂർ ജാമ്യം നൽകില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാസം 18-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാനും ജയശ്രീക്ക് നിർദ്ദേശമുണ്ട്. ഏതായാലും ജയശ്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് താൽക്കാലിക ആശ്വാസമാണ്. അതേസമയം ഇനിയും ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ എത്തിയാൽ അതിന് മുന്നേ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കി ആർക്കും തന്നെ ഈ വിഷയത്തിൽ മുൻകൂർ ജാമ്യം നൽകില്ല എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ താൽക്കാലികമായെങ്കിലും എസ് ജയശ്രീക്ക് അല്പം ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. കോടതിയിൽ നിന്നും താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയാണ് വരുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീ അടക്കം കൂടുതൽ പേർക്ക് ED സമൻസ് നൽകുകയാണ്. അടുത്ത ആഴ്ച ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇടനിലക്കാരനായ കൽപേഷിനും സമൻസ് ഉണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കർണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ നൽകിയത് സുപ്രീം കോടതിയിൽ നിന്നും നേരിയ ആശ്വാസം ജയശ്രീക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ED ഇപ്പോൾ സമൻസ് നോട്ടീസ് നൽകിയിരിക്കുന്നു.